സുഹൃത്തുക്കളെ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കൽബിനെ പറ്റി, ആത്മഹൃദയത്തെ പറ്റിയാണ് പറഞ്ഞത്. അവസാന കാലത്ത് ദിക്ർ ഇല്ലാതാവും, ദൈവിക നാമം ഇല്ലാതെയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാന കാലത്ത് വേദഗ്രന്ഥങ്ങൾ, ഖുർആനും ഒക്കെ ഉയർത്തപ്പെടും എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ഇതൊക്കെ കൂടുകയാണ്, ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഇത് കൂടുകയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഇഷ്ടം പോലെ നാമം ജപം ചെല്ലുന്ന ഇടങ്ങളുണ്ട്, അതുപോലെ തന്നെ ദിക്ർ ചെല്ലുന്ന മജ്ലിസുകളുണ്ട്. എല്ലാ മതക്കാരും എല്ലാ സംഘടനക്കാരും ഇതൊക്കെ നടത്തുന്നുണ്ട്. എല്ലാ മതക്കാരും ഓരോ ഗ്രന്ഥങ്ങളും ഇഷ്ടം പോലെ അച്ചടിച്ചിറക്കുന്നുണ്ട്. ഇതൊക്കെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് നാമം പോയത്? ദൈവിക നാമം, ദൈവത്തിന്റെ പ്രകാശം, നൂറ്, ദിവ്യപ്രഭ, ദിക്ർ ഇല്ലാതെയായത് കൽബിൽ നിന്നാണ്, ആത്മഹൃദയത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ കലികാലമായപ്പോൾ തീർച്ചയായിട്ടും ആത്മഹൃദയത്തെ ഉണർത്തിക്കൊണ്ട് അതിനപ്പുറവും മനുഷ്യനെ ആത്മീയ യാത്ര നടത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടു പോകാൻ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വന്നിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതിനിധി സെയ്ദ് യൂനുസ് ഗോഹർ പതിറ്റാണ്ടായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. 20-ലേറെ വർഷത്തിലായി ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അൾട്രാ ടിവിയിൽ. തീർച്ചയായിട്ടും നിങ്ങൾ അത് പോയി കാണേണ്ടതാണ്. ആ ചാനലിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുമാണ്. കേരളത്തിൽ എല്ലാവരും ഈ സത്യസന്ദേശത്തെ തീർച്ചയായിട്ടും കേൾക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ് ആത്മഹൃദയം എന്ന് പറഞ്ഞു. കൽബിനെ പറ്റി നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ കേൾക്കാത്തവർ തീർച്ചയായിട്ടും പോയിട്ട് കേൾക്കേണ്ടതാണ്. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള സമഗ്രമായിട്ടുള്ള അറിവുകൾ തന്നെ ഇവിടെ നിന്ന് ഇല്ലാതെയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആരാണ് പഠിപ്പിക്കൽ? തീർച്ചയായിട്ടും സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി തന്നെയാണ് ഇതൊക്കെ പടിയായി പഠിപ്പിച്ചത്, അതിനെ പ്രാക്ടിക്കലാക്കിയതും. ലക്ഷങ്ങളുടെ ഹൃദയത്തിൽ അതിനെ പ്രാക്ടിക്കലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദിക്ർ നൽകി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ആര് ഏൽപ്പിക്കപ്പെട്ട, ഇജാസത്ത് നൽകപ്പെട്ട ആര് നൽകിയാലും നൽകുന്നത് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടത്തോട് ആകർഷണം തോന്നിയാൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള ഹൃദയത്തിലാണ് ആദ്യമായിട്ട് ഇത് പ്രവേശിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ കല്ലൊരുസിയിട്ടാണ് തീ ഉണ്ടാക്കൽ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ ദൈവിക ദിവ്യ പ്രവാഹം, ദിവ്യപ്രകാശം, നൂറ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അത് രക്തത്തിൽ കലരുമെന്നും പിന്നീട് ആത്മഹൃദയം ഉണരുമെന്നും നമ്മൾ പറഞ്ഞു. രക്തത്തിൽ കലർന്ന് ശരീരമാകുന്ന ദിവ്യാലയം, ആലയം, ദിവ്യ ആലയം ശുദ്ധമായി കഴിഞ്ഞാൽ നമ്മുടെ ആത്മഹൃദയം ഉണരുകയായി. സുഹൃത്തുക്കളെ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിമുട്ട എങ്ങനെയാണ് വിരിയുന്നത്? കോഴിമുട്ട, കോഴിയുടെ തള്ളക്കോഴിയുടെ ചൂട് കൊണ്ടാണ് കോഴിമുട്ട വിരിയുന്നത്. അതിനെപ്പറ്റി അറിയാത്ത ഒരാൾക്ക് കോഴിമുട്ടയിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞ് വരുമെന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈ ദിവ്യ പ്രഭയുടെ നൂറിന്റെ ചൂട് കൊണ്ട് നമ്മുടെ ഹൃദയം പൊട്ടിക്കൊണ്ട് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ആത്മഹൃദയമാണ് കൽബ്. അതായത് കൽബ് ഒരു മലക്കാണ്, അത് മാലാഖ ലോകത്തുള്ളതാണ്. കൽബാണ് ദൈവികമായിട്ടുള്ള കണക്ഷൻ എടുക്കുന്നത്. ദൈവത്തോടുള്ള കണക്ഷൻ വരുന്നത് കൽബ് ഉണർന്നാലാണ്. കൽബിനെ സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ളത് സ്നേഹത്തിന്റെ, മുഹബത്തിന്റെ മക്കാമിലാണ്. അപ്പൊ ദൈവിക സ്നേഹം വരുന്നത് അവിടെ നിന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് കൽബിന് എത്ര അവസ്ഥകളുണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കൽബിന് പല അവസ്ഥകളുമുണ്ട്. ഇത് 100 കയറി തുടങ്ങി കൽബ് ഓൺ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലാണ് മറ്റു ലതായിഫുകളും ഉള്ളത്. ആ മറ്റു ലതായിഫുകളൊക്കെ സ്വതന്ത്രമാവും. മറ്റു ആത്മശക്തികൾ, നമ്മുടെ മനുഷ്യാത്മാവ്, അതുപോലെ തന്നെ സിറ്, കഫി, അത്ഫ എന്നൊക്കെ പറയും. നിഗൂഢാത്മാവ്, രഹസ്യാത്മാവ്, അതിനിഗൂഢാത്മാവ്, ഇതൊക്കെ അതാതിന്റെ സ്ഥാനത്ത് പോയി നിൽക്കുന്നത് കൽബിന്റെ ഈ പൂട്ട് പൊട്ടിയാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീടാണ് ഇത് ഉണർന്നു കഴിഞ്ഞാലാണ് അതൊക്കെ ഉണരാൻ തുടങ്ങുന്നത്. ഇതാണ് റുഹാനിയത്തിലെ ആത്മീയതയിലെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് പോലും അറിയില്ല. പിന്നെ ഇവിടെ എന്ത് ആത്മീയതയാണുള്ളത്? ഇവിടെ മതങ്ങൾ മാത്രമല്ല, ആത്മീയ സരണികൾ പോലും അസ്തമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി കൽബിന്റെ പല സ്റ്റെപ്പുകളും ഉണ്ട്. കൽബിന് പ്രധാനമായിട്ട് കൽബിനെ 3 അവസ്ഥകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു അവസ്ഥ, 3 അവസ്ഥയ്ക്ക് മുമ്പ് ഒരു അവസ്ഥ നമ്മൾ പറയേണ്ടതുണ്ട്. അത് കൽബെ സെനോബറാണ്. അതായത് ഉണരാത്ത കൽബുകൾ മിക്കവരുടേതും ഇന്ന് ലോകത്ത് അതാണ് മാനവരാശിയിൽ ഇരുട്ടായതും. അതായത് കൽബ് ഉണരാത്ത കൽബ് കൊണ്ട് വെറുതെ അതരം കൊണ്ട് അവർ ഹൃദയമെന്നും ആത്മഹൃദയമെന്നും ഞങ്ങളെ ദൈവം നയിക്കാനൊക്കെ വെറുതെ പറയുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തോട് കണക്ഷൻ വെക്കണേ ദൈവം വെച്ച സിസ്റ്റം ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് കൽബ് ഉണർന്നു കഴിഞ്ഞാൽ ഒരാളുടെ കൽബ് 100 പ്രവേശിച്ച് ദില്ലിൽ 100ആയി, പിന്നീട് ആത്മഹൃദയം കൽബ് ഉണർന്നൊക്കെ കഴിഞ്ഞാൽ ആദ്യമായിട്ടാകുന്നത് കൽബെ സലീമാണ്. അതായത് സുരക്ഷിതമായിട്ടുള്ള ഹൃദയം. അതെങ്കിലും ആകാതെ ഒരു രക്ഷയില്ല. സുരക്ഷിതമായിട്ടുള്ള ഹൃദയവുമായിട്ട് വന്നാലേ രക്ഷയുള്ളൂ എന്ന് ഖുർആനൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യമാവുന്നത് കൽബെ സലീമാണ്, സുരക്ഷിതമായിട്ടുള്ള ഹൃദയം. അപ്പോൾ തന്നെ മനുഷ്യന് തീർച്ചയായിട്ടും സത്യവും അസത്യവും വിവേചിച്ചറിയാനുള്ള കഴിവ് വരും. എന്നാൽ കൽബെ സലീമായാലും പൂർണ്ണമൊന്നും ആവുന്നില്ല, പോയി മുന്നോട്ട് പോകേണ്ടതെന്ന്. പിന്നെ അടുത്ത അവസ്ഥയാണ് കൽബെ മുനീബ്. അതായത് കൽബെ സലീമായ ഹൃദയം വീണ്ടും 100 പ്രവേശിച്ചു, വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്, ദൈവത്തിലേക്ക്, അള്ളാഹുവിലേക്ക് തിരിയുകയാണ് കൽബെ മുനീബ്. തീർച്ചയായിട്ടും ആ ഹൃദയം തെറ്റുകളിൽ നിന്നൊക്കെ തടയും. എങ്കിലും വ്യക്തമായിട്ട് ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാനൊന്നും അന്നേരം കഴിയില്ല. പൂർണ്ണത വരൽ കൽബെ ഷഹീദായാലാണ്. അതായത് അപ്പോഴാണ് സാക്ഷിയാകുന്നത്. അള്ളാഹുവിന്റെ തെജല്ലി ആ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. അതായത് കൽബെ ഷഹീദായവർ അപൂർവമാണ്. ആരും കൽബെ ഷഹീദായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കൽബെ ഷഹീദായി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദിവ്യ പ്രഭയുടെ പ്രവാഹം ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും.
അള്ളാഹുവിന്റെ തജല്ലി ഇറങ്ങാൻ തുടങ്ങും. ഈ ഒരു അവസ്ഥയാണ് കൽബെ ഷഹീദ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കൽബിനും 3 സ്റ്റെപ്പുകൾ ഉള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. തീർച്ചയായിട്ടും ഇതൊക്കെ പഠിപ്പിക്കുക മാത്രമല്ല, ഇതൊക്കെ പ്രാക്ടിക്കലാക്കുക കൂടി ചെയ്തിരിക്കുന്നു ദിവ്യനായിട്ടുള്ള സർക്കാർ റിയാസ് അഹമ്മദ് ഗോഷായി അവരുകൾ.